പാതയോരത്തെ മത്സ്യവിൽപ്പനയ്ക്ക് വിരാമമായി. ഉദുമ ഗ്രാമപഞ്ചായത്ത് പാലക്കുന്നിൽ നിർമ്മിച്ച ഹൈടെക് മത്സ്യവിൽപ്പന മാർക്കറ്റ് CH കുഞ്ഞമ്പു MLA തൊഴിലാളികൾക്കായി തുറന്നു നൽകി. ഇതോടൊപ്പം സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്ത് കബഡി അക്കാദമിയുടെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിന്റെ വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി. മഹാലാഭമേള ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയോരത്ത് 2 പതിറ്റാണ്ടിലേറെക്കാലമായി നാട്ടുകാർക്കും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കുമെല്ലാം ദുരിതം വിതച്ചിരുന്ന പാലക്കുന്നിലെ കുപ്രസിദ്ധമായ പരസ്യ മത്സ്യവിൽപ്പനയ്ക്ക് ഒടുവിൽ വിരാമമായി. 59 ലക്ഷം രൂപ നൽകി സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയ 10 സെന്റ് സ്ഥലത്ത് 61 ലക്ഷം രൂപ ചെലവഴിച്ച് ഉദുമ ഗ്രാമപഞ്ചായത്ത് ഹൈടെക് സംവിധാനത്തോടെ നവീകരിച്ച മത്സ്യമാർക്കറ്റ് തുറന്നു. ബുധനാഴ്ച രാവിലെ മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നവീകരിച്ച കെട്ടിടത്തിൽ 8 കോൺക്രീറ്റ് ടേബിളുകളിൽ 32 പേർക്ക് ഒരേ സമയം മത്സ്യവിൽപ്പന നടത്താനുള്ള സൗകര്യമുണ്ട്. മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഫ്രീസർ മുറിയും വിശ്രമമുറിയും ശൌചാലയവും ഇതിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. സീലിംഗ് ഫാനുകളും യഥേഷ്ടമുണ്ട്. പൊതുജനങ്ങൾക്കായി കെട്ടിടത്തോട് ചേർന്ന് പിറകുവശത്ത് 2 ശൌചാലയങ്ങൾ വേറെയുമുണ്ട്. ഭാവിയിൽ ശീതീകരണത്തിനായി ആവശ്യമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാർക്കറ്റിനകത്തെ മലിനജലം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനവും പ്രത്യേകമായുണ്ട്. പാതയോരത്ത് നിന്ന് 35 മീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്ത് കെട്ടിടത്തിന്റെ ഗേറ്റ് വരെ ഇന്റർലോക്ക് കട്ടകളും പാകിയിട്ടുണ്ട്. ഇതോടൊപ്പം പഞ്ചായത്ത് കാര്യാലയത്തിനു മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്ത് കബഡി അക്കാദമിയുടെ ഉദ്ഘാടന കർമ്മവും MLA നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ സാമ്പത്തിക ജീവിതത്തിൽ നമ്മുടെ GDP മുഖ്യമായ സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി. അത് കടലിൽ പോയി മത്സ്യം പിടിക്കുന്നവരുണ്ട്, ആ മത്സ്യം വന്ന് വിൽപ്പന നടത്താറുണ്ട്. അതിവിടെ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മത്സ്യം പിടിക്കുകയും അത് കയറ്റിയാക്കുകയും ചെയ്യുന്നുണ്ട്. കയറ്റുമതിയിലെ വലിയൊരു തുകയും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് കായിക വിനോദം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അതിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തകരാറെന്ന് വെച്ചാൽ കളിസ്ഥലങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുമ്പ് ഒരു 4 വീട് അപ്പുറത്ത് കുറേ സർക്കാർ ഭൂമിയോ വയലോ എന്തെങ്കിലും കാണും, കുട്ടികൾ അവിടെ പോയി കളിക്കുമായിരുന്നു. ഇന്ന് ഒരു ഗ്രാമത്തിലും കളിക്കാൻ സ്ഥലമില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ആകെ സ്കൂളിൻ്റെ ചെറിയൊരു മൈതാനവും മറ്റു കാര്യങ്ങളെ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായി 50% സർക്കാർ തരും, 50% തദ്ദേശ സ്ഥാപനങ്ങളോ MLA കൊടുക്കണം. അങ്ങനെ 3 പഞ്ചായത്തുകൾ ഇപ്പോൾ എടുത്തു. അടുത്ത വർഷം നമുക്ക് സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് അത് ഉദുമ പഞ്ചായത്തിൽ കൂടി നല്ലൊരു കളിസ്ഥലം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്ലാൻ നമ്മൾ തയ്യാറാക്കി വരികയാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. ലക്ഷ്മി അധ്യക്ഷയായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കബഡി അക്കാദമിയുടെ ലോഗോ പ്രകാശനം ഏഷ്യൻ ഗെയിംസ് കബഡി ഗോൾഡ് മെഡലിസ്റ്റ് ജഗദീഷ് കുമ്പള, മുൻ ദേശീയ കബഡി താരവും അക്കാദമിയുടെ കോച്ചുമായ ഗിരീഷ് മുല്ലച്ചേരിക്ക് നൽകി പ്രകാശനം ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ഏഷ്യൻ ഗെയിംസ് കളിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മുടെ MLA ആണ് കുഞ്ഞാമ്പു സാറ്. അവർ ഇത്തിരി പ്രാവശ്യം നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഭാസ്കർ കുമ്പ എന്ന് പറഞ്ഞ എൻ്റെ കസിനാണ്. അപ്പോൾ അവർ ഫസ്റ്റ് ഒരു ഇത് ചെയ്തതെന്ന് വെച്ചാൽ മഞ്ചേശ്വര കബഡി അക്കാദമി. ആദ്യമായിട്ട് നമ്മളെ കാസർഗോഡിൽ കേരളത്തിൽ ഒരു അക്കാദമി തുടങ്ങിയത് അത് മഞ്ചേശ്വര കബഡി അക്കാദമിയാണ്. അതിൻ്റെ ബാക്കിൽ കുഞ്ഞാമ്പു സാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു അക്കാദമി എത്രത്തോളം മുമ്പോട്ട് പോയി എന്തായി അത് ശരിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോഗോ രൂപകൽപ്പന ചെയ്ത മനോജ് മേഘയ്ക്ക് ആദരവ് നൽകി. പഞ്ചായത്ത് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മധു മുതിയക്കാൽ, ശ്രീധരൻ വയലിൽ, ഷൈനിമോൾ, KBM ഷെരീഫ് കാപ്പിൽ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റും അക്കാദമി കൺവീനറുമായ പള്ളം നാരായണൻ, CDS ചെയർപേഴ്സൺ സനുജ സൂര്യപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി A. ആദിത്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി PP പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.